സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. നെതന്യാഹുവിന്റെ കുടില ബുദ്ധി വീണ്ടും വെളിപ്പെടുകയാണ്. ഏറ്റവും സുരക്ഷിത രാജ്യമെന്ന് കരുതിപ്പോന്ന ഖത്തറിനെ ആക്രമിച്ച് നെതന്യാഹു ലോകത്തിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. എന്നാൽ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് മാത്രമല്ല ഖത്തറിൽ നെതന്യാഹു ആക്രമണം നടത്തിയത്. ഹമാസ് നേതാക്കളെ വധിച്ച് ഖത്തറിൽ നടന്നുകൊണ്ടിരുന്ന ഗാസ സമാധാന ചർച്ച നിർത്തിവെപ്പിക്കുക എന്നത് നെതന്യാഹുവിന്റെ പ്രധാന ഉന്നമാണ്. പക്ഷേ ചർച്ച നിർത്തിവെപ്പിക്കുന്നത് എന്തിന്? അതിലാണ് കാര്യം. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഖത്തർ ആക്രമിച്ചതിൽ നെതന്യാഹുവിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഒപ്പം ഖത്തറിനെ ലക്ഷ്യമിട്ടതിന് മറ്റൊരു ലക്ഷ്യവും കൂടി നെതന്യാഹുവിനുണ്ട്. അല്ലാതെ ഖത്തർ പോലൊരു രാജ്യത്തെ ഇസ്രയേൽ ആക്രമിക്കുമെന്ന് കരുതുന്നുണ്ടോ? സാമാന്യ ബുദ്ധിയിൽ നമുക്ക് കരുതാൻ കഴിയില്ല. അതും അമേരിക്കയുടെ ശക്തമായ പിന്തുണയുള്ള, അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം തന്നെയുള്ള രാജ്യത്തെ ഇസ്രയേൽ ലക്ഷ്യമിടുമോ? ലോകത്തിലെ എല്ലാ സംഘടനകൾക്കും ഓഫീസും മറ്റുമുള്ള എല്ലാ അന്താരാഷ്ട്ര ചർച്ചകൾക്കും മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിനെ ആക്രമിക്കാതെ നെതന്യാഹുവിന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2 ലക്ഷ്യങ്ങളും നേടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ വ്യക്തമായ അനുമതിയോടെ നെതന്യാഹു ഈ സാഹസത്തിന് മുതിർന്നത് എന്നാണ് വിലയിരുത്തൽ. പക്ഷേ ഈ ആക്രമണത്തിന് ഇസ്രയേൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. രൂക്ഷമായ ഭാഷയിലാണ് ഖത്തറിന്റെ പ്രതികരണം വന്നിട്ടുള്ളത് എന്നതും ശ്രദ്ധിക്കണം. ആക്രമണം മുൻകൂട്ടി അറിയിച്ചെന്നുള്ള അമേരിക്കയുടെ വാദവും ഖത്തർ തള്ളിയിട്ടുണ്ട്. ഇസ്രയേൽ ഖത്തർ ആക്രമിച്ച സാഹചര്യം, അതിനെ തുടർന്നുണ്ടായ പിരിമുറുക്കം, പ്രത്യാഘാത സാധ്യതകൾ എന്നിവ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവിലെ ജില്ലാ കോടതിയിൽ ഒരു സുപ്രധാന ക്രിമിനൽ കേസിന്റെ വാദം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പുനരാരംഭിച്ചു. ആ കേസിലെ പ്രതി മറ്റാരുമല്ല, ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ്. എന്താണ് കേസ്? 2019 രജിസ്റ്റർ ചെയ്ത അഴിമതി, തട്ടിപ്പ്, വിശ്വാസവഞ്ചന തുടങ്ങിയ കുറ്റാരോപണങ്ങളുള്ള 3 കേസുകളുടെ വാദമാണ് വീണ്ടും തുടങ്ങിയത്. പലവട്ടം നെതന്യാഹുവിന്റെ വക്കീൽ, അതായത് പ്രധാനമന്ത്രിയുടെ വക്കീൽ, സുരക്ഷാ കാരണങ്ങൾ നിരത്തി നീട്ടിവെപ്പിച്ച കേസുകളാണ് ഇത്. ഇനി വാദം പെട്ടെന്ന് തീർക്കണമെന്നും ആഴ്ചയിൽ 4 ദിവസം കേസുകൾ കേൾക്കുമെന്നും കോടതി അറിയിച്ചിരുന്നു. നെതന്യാഹു ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള കേസുകളാണ് ഇത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 2 കൊല്ലം മുതൽ 10 കൊല്ലം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ്. അപ്പോൾ കേസിന്റെ വാദം ഒഴിവാക്കണം. അതിന് എന്ത് ചെയ്യണം? ഇത്രയും നാൾ ഗാസയിലെ നിരായുധരായ ജനങ്ങൾക്ക് മേൽ ബോംബ് വർഷിച്ച് യുദ്ധം എന്ന് അലറി വിളിച്ചാണ് നെതന്യാഹു ഈ കേസിൽ നിന്ന് രക്ഷ തേടിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയിപ്പോൾ ഗാസയിൽ അതിനുള്ള സ്കോപ്പില്ല. മാത്രമല്ല ഖത്തറിൽ സമാധാന ചർച്ച ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്നുള്ള സാഹചര്യം അത് ചില റിപ്പോർട്ടുകളിലൂടെ പുറത്തു വന്നിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഖത്തറിൽ തന്നെ ബോംബിട്ട് ഹമാസ് നേതാക്കളെ വധിക്കാം. അതോടെ സമാധാന ചർച്ചകൾ വഴിമുട്ടും. ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് പ്രവർത്തകർ ഇസ്രയേൽ സൈന്യത്തിനെതിരെ എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ വീണ്ടും യുദ്ധം എന്ന പേരിലും പ്രധാനമന്ത്രിയുടെ സുരക്ഷ എന്ന പേരിലും കേസുകളുടെ വാദം നീട്ടിക്കൊണ്ടുപോകാം. ഇതാണ് നെതന്യാഹുവിന്റെ കുടില ബുദ്ധി. ഖത്തറിനെ ആക്രമിക്കാൻ മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അത് ഇസ്രയേലിൽ രാഷ്ട്രീയമായി നെതന്യാഹുവിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാമ്പത്തിക ആരോപണമാണ്, ഖത്തർ ഗേറ്റ് ആരോപണം. അതായത് നെതന്യാഹുവിന്റെ അടുത്ത സഹായികളായ യൊനാഥൻ യൂറിച്ച്, എലി ഫെഡ്സെൻ എന്നിവർ ഖത്തർ ഗവൺമെന്റിൽ നിന്ന് പണം സ്വീകരിച്ച് ഇസ്രയേലിൽ ഖത്തറിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം കഴിഞ്ഞ വർഷം ഉയർന്നു വന്നിരുന്നു. ഖത്തർ ഗാസയ്ക്ക് നൽകുന്ന സാമ്പത്തിക സഹായത്തിന്റെയും ഹമാസ് നേതാക്കൾക്ക് നൽകുന്ന രാഷ്ട്രീയ അഭയത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈ ആരോപണം നെതന്യാഹുവിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിച്ചു. മാത്രമല്ല ഖത്തർ ഗാസയ്ക്ക് നൽകുന്ന സഹായത്തിന്റെ ഒരു പങ്ക് ഹമാസ് സൈനിക വിഭാഗത്തിലേക്ക് എത്തി എന്നുള്ള ആരോപണവും ഇതിനിടെ ഉയർന്നു വന്നു. ഇത് നെതന്യാഹുവിന്റെ അറിവോടെയാണ് എന്നുള്ള വാദവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഭരണപക്ഷത്തുള്ള ചിലരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നു. അതായത് നെതന്യാഹു ഖത്തറിന്റെ ആളാണ് എന്നാണ് എതിരാളികൾ ആരോപിച്ചത്. തുടർന്ന് ഈ വർഷം ഫെബ്രുവരി 27 ഖത്തർ ഗേറ്റിൽ ക്രിമിനൽ അന്വേഷണം നടത്താൻ അറ്റോർണി ജനറൽ ആഭ്യന്തര അന്വേഷണ ഏജൻസിയായ ഷിൻബെറ്റിനും ഇസ്രയേൽ പോലീസിനും നിർദ്ദേശം നൽകി. മാർച്ച് 5 ഷിൻബെറ്റ് ഒക്ടോബർ 7 ആക്രമണത്തിലേക്ക് നയിച്ചത് നെതന്യാഹുവിന്റെ നയങ്ങളാണ് എന്ന് കുറ്റപ്പെടുത്തി റിപ്പോർട്ട് പുറത്തിറക്കി. ഖത്തർ ഗാസയ്ക്ക് നെതന്യാഹുവിന്റെ അനുമതിയോടെ നൽകിയ സാമ്പത്തിക സഹായം ഹമാസിലേക്ക് എത്തിയെന്നും, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹമാസിന്റെ സൈനിക വിഭാഗത്തിലേക്ക് എത്തിയെന്നും ഈ റിപ്പോർട്ട്, അതായത് ഷിൻബെറ്റിന്റെ റിപ്പോർട്ട് പരോക്ഷമായി കുറ്റപ്പെടുത്തി.
ഇതിനെ തുടർന്ന് ഷിൻബെറ്റ് മേധാവിയെ പുറത്താക്കാൻ നെതന്യാഹു ശ്രമിക്കുകയും അവിടെ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്ത കാര്യം ഓർമ്മയില്ലേ? മാത്രമല്ല, ഈ നീക്കം നെതന്യാഹു ഈ ഷിൻബെറ്റ് മേധാവിയെ പുറത്താക്കാനുള്ള നെതന്യാഹുവിന്റെ നീക്കം സുപ്രീം കോടതി തടയുകയും ചെയ്തു. ഖത്തർ ഗേറ്റ് ആരോപണം ഈജിപ്തും ഇസ്രയേലുമായിട്ടുള്ള ബന്ധവും വഷളാക്കി. കാരണം ഖത്തറിൽ നിന്ന് പണം വാങ്ങി ഈജിപ്തിനെ അപകീർത്തിപ്പെടുത്താൻ, അതായത് ഈജിപ്തിന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായതായും ഖത്തർ ഗേറ്റ് ആരോപണത്തിൽ അല്ലെങ്കിൽ ഇടപാടിൽ ആരോപണമുണ്ട്. എന്നാൽ ഖത്തർ ഗേറ്റ് ആരോപണങ്ങളെല്ലാം ഖത്തർ തള്ളിക്കളഞ്ഞിരുന്നു. എന്തായാലും ഖത്തർ ഗേറ്റ് ആരോപണം, ഈ ഇങ്ങനെയൊക്കെ വന്ന ആരോപണം, പല രീതിയിൽ വന്ന ആരോപണം നെതന്യാഹുവിന്റെ പ്രതിച്ഛായ മോശമാക്കി. മാത്രമല്ല, ടെല്ലവീവിലെ തെരുവുകളിൽ നടന്ന യുദ്ധവിരുദ്ധ റാലികളിലെല്ലാം ഖത്തർ ഗേറ്റ് ആരോപണം പ്രക്ഷോഭകാരികൾ ഉയർത്തുകയും ചെയ്തു. ഇത് നെതന്യാഹുവിനെ രാഷ്ട്രീയമായി വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. അതുകൊണ്ട് തന്നെ ഒരു വെടിക്ക് 3 പക്ഷി എന്ന നിലയിലാണ് ഖത്തറിലേക്ക് നെതന്യാഹു ആക്രമണം നടത്തിയത് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. ഒന്ന്, ഹമാസ് നേതാക്കളെ വധിച്ച് മധ്യസ്ഥ ശ്രമം നിർത്തിവെപ്പിക്കുക എന്നുള്ള ലക്ഷ്യം. മറ്റൊന്ന്, ഗാസ വീണ്ടും സംഘർഷഭരിതമാക്കി കേസുകളുടെ വാദം നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യം. 3, ഖത്തറുമായി അനധികൃത ഇടപാടുണ്ടെന്നുള്ള ആരോപണം ഇല്ലാതാക്കുക, അതായത് താൻ ഖത്തറിന്റെ ആളല്ല എന്ന് ഇസ്രയേലികളെ കൊണ്ട് പറയിപ്പിക്കുക. ഇതാണ് നെതന്യാഹു നടപ്പാക്കിയെടുത്തത്. ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും നെതന്യാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇസ്രയേൽ ഒറ്റയ്ക്കാണ് ആക്രമണം നടത്തിയതെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിക്കുന്നു. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഇതിന് ഒരു നറേറ്റീവ് എന്നുള്ള രീതിയിൽ നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട്. ജെറുസലേമിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ഖത്തറിലെ ഹമാസ് നേതാക്കളെ ആക്രമിച്ചത് എന്നാണ് ഇസ്രയേലിന്റെ അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ ഓഫീസിന്റെ മറ്റൊരു വിശദീകരണം. ഖത്തറിൽ ഇരുന്നു കൊണ്ടാണ് ഹമാസ് നേതാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നൊക്കെയാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് ഖത്തറിലേക്ക് ആരോപണം നടത്തി എന്നുള്ള മറ്റൊരു നറേറ്റീവ് കൂടി സൃഷ്ടിക്കാൻ നെതന്യാഹുവിന്റെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ആക്രമണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണം തന്നെയാണ് ഖത്തർ നടത്തിയിരിക്കുന്നത്. അത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. സ്വന്തം നേട്ടങ്ങൾക്കായി സ്വാർത്ഥമായ വ്യാമോഹങ്ങൾ ഉപയോഗിച്ച് മേഖലയിൽ അസ്ഥിരത ഉണ്ടാക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത് എന്നാണ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് അൽത്താനി തുറന്നടിച്ചത്. സമാധാനത്തിനുള്ള അവസരങ്ങൾ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും നെതന്യാഹു നശിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴത്തെ ആക്രമണം അധാർമികവും വഞ്ചനാപരവുമാണ്. എന്തായാലും ഖത്തറിന്റെ നയതന്ത്രം മേഖലയിലെ സമാധാനം മുൻനിർത്തിയുള്ളതാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അമേരിക്ക ആക്രമണം മുൻകൂട്ടി അറിയിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ആക്രമണം കഴിഞ്ഞ ശേഷമാണ് അമേരിക്കയുടെ ഔദ്യോഗിക കോൾ വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച മധ്യസ്ഥ നീക്കം ഇപ്പോൾ എന്തായാലും ഈ ഇസ്രയേൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയതോടെ അനിശ്ചിതാവസ്ഥയിലായെങ്കിലും നെതന്യാഹുവിന്റെ ഒരു ലക്ഷ്യം സാധ്യമായിട്ടില്ല. ഖത്തറിലുള്ള ഹമാസിന്റെ മുതിർന്ന നേതാവായ ഖലീൽ അൽ ഹയ്യ, ഒപ്പം മറ്റൊരു രാഷ്ട്രീയ വിഭാഗം മുൻ തലവനായ ഖാലിദ് മിഷേൽ തുടങ്ങിയവരെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇസ്രയേൽ പ്രധാനമായും ആക്രമണം നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഖത്തറിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതും ഖത്തറിന്റെ ദേഷ്യം കൂട്ടുന്നുണ്ട്. സൗദിയും UAEയും ഇറാനുമെല്ലാം രൂക്ഷമായ ഭാഷയിലാണ് ഇസ്രയേലിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയ്ക്ക് പുറമെ ഗൾഫ് മേഖലയും അസ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തെ എന്തു വില കൊടുത്തും ചേർക്കുമെന്നാണ് GCC രാജ്യങ്ങളുടെ പൊതുവെയുള്ള പ്രതികരണം. എന്തായാലും ചരിത്രത്തിലെ ക്രൂരന്മായ ഭരണാധികാരികൾ പോലും ചെയ്യാത്ത ധിക്കാരവും അതിക്രമവുമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് എന്നുള്ള വികാരം അറബ് ലോകത്ത് സജീവമാണ്. ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു എന്നുള്ള വിവരം അറബ് ലോകത്തെ കൂടുതൽ അമർഷത്തിലാക്കുന്നു. ഖത്തറിന്റെ സൗഹൃദ പട്ടികയിലെ ആദ്യ രാജ്യമാണ് നമുക്കറിയാം അമേരിക്ക. ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസും ഉള്ളത് ഖത്തറിലാണ്. ട്രംപിനെ സന്തോഷിപ്പിക്കാൻ ഖത്തർ ഈ അടുത്ത് സമ്മാനമായി നൽകിയ അത്യാധുനിക ബോയിങ് 747 ലക്ഷറി ജെറ്റ് വിമാനമാണ്. അതേ ഖത്തറിനെ ആക്രമിക്കാനാണ് ട്രംപ് കൂട്ടുനിന്നിട്ടുള്ളത്. ഇസ്രയേലിന് വേണ്ടിയുള്ള അമേരിക്കയുടെ ഈ ചതി അറബ് ലോകം തിരിച്ചറിയുന്നുണ്ട്. എങ്ങനെയാകും ഇതിനോട് ഖത്തറിന്റെയും GCCയുടെയും പ്രതികരണം എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഇതുവരെയുള്ള പ്രതികരണം വെച്ച് ഖത്തർ വളരെ കരുതലോടെയാണ് ഈ വിഷയത്തെ സമീപിച്ചിട്ടുള്ളത്. പക്ഷേ സൗദി അറേബ്യയും UAEയും GCC മറ്റ് രാജ്യങ്ങളുമെല്ലാം വളരെ രൂക്ഷമായ പ്രതികരണവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലോ ചാനലിലോ അംഗമാവുക. നന്ദി, നമസ്കാരം.